സ്ഥാനാർത്ഥികൾ മാത്രമല്ല മനപ്പായസം ഉണ്ണുന്ന മുന്നണി നേതാക്കളും അണികളും എല്ലാം മനപ്പായസത്തിലെ ചേരവുകളാണ്. ഇന്ന് മനപ്പായസം പരിശോധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മനപ്പായസമാണ്. കൊല്ലത്തെ എന്ത് സംഭവിക്കും? സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും മനപ്പായസത്തോട് പ്രതികരിക്കുന്നു. കൊല്ലം UDF-നൊപ്പം നിന്നത് എങ്ങനെയെന്ന് വിശദമാക്കിയെങ്കിൽ മാത്രമേ 2014 രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാകൂ. ഹാട്രിക് വിജയം തേടിയിറങ്ങിയ CPM-ന്റെ P. രാജേന്ദ്രനെ K. കരുണാകരന്റെ അനുഗ്രഹത്തോടുകൂടി കന്നി മത്സരത്തിനിറങ്ങിയ A. പീതാംബരക്കുറുപ്പ് അട്ടിമറിച്ചു. സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തിയും പാർട്ടിയിലെ വിഭാഗീയതയും LDF സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ തവണ കൊല്ലത്ത് സംഭവിച്ചത് എന്താണെന്ന് ആണ് ആദ്യം മനപ്പായസം വിലയിരുത്തുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ലെ N. പീതാംബരക്കുറുപ്പിന്റെ വിജയം അപ്രതീക്ഷിതമായിരുന്നു. അട്ടിമറി വിജയമാണ് പീതാംബരക്കുറുപ്പ് നേടിയത്. നിരവധി ഘടകങ്ങൾ പീതാംബരക്കുറുപ്പിന് തുണയായി. 2009 തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെ പരിശോധിക്കാം. 2009 അവസാന നിമിഷം നോമിനേഷൻ പേപ്പറും കയ്യിൽ പിടിച്ച് N. പീതാംബരക്കുറുപ്പ് കൊല്ലത്ത് എത്തുമ്പോഴേക്കും LDF സ്ഥാനാർത്ഥി P. രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 2 റൗണ്ട് പിന്നിട്ടിരുന്നു. ലീഡർ K. കരുണാകരന്റെ വിശ്വസ്തനായ പീതാംബരക്കുറുപ്പിന് കൊല്ലത്തെ I ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി P. രാജേന്ദ്രൻ 2004 ജയിച്ചത് 1,11,071 വോട്ടുകൾക്കാണ്. മൂന്നാം തവണയും കൊല്ലത്ത് ചെങ്കൊടി പറിക്കാമെന്ന CPM മോഹത്തിന് പീതാംബരക്കുറുപ്പ് തടയിട്ടു. 17,531 വോട്ടിന് N. പീതാംബരക്കുറുപ്പ് LDF-ലെ P. രാജേന്ദ്രനെ 2009 തോൽപ്പിച്ചു. LDF-ന് അപ്രതീക്ഷിതമായിരുന്നു ഈ തോൽവി. CPM-ന്റെ അമിത ആത്മവിശ്വാസമാണ് തോൽവിക്ക് പ്രധാന കാരണമായത്. 10 വർഷക്കാലത്തെ P. രാജേന്ദ്രന്റെ പ്രവർത്തനത്തിലെ അവസാന വർഷങ്ങൾ ജനങ്ങളിൽ അപ്രീതിയുണ്ടാക്കിയിരുന്നു എന്ന വസ്തുത CPM-ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മണ്ഡല പുനർനിർണയത്തോടെ ഇടതുമുന്നണി കൂടുതൽ ശക്തമായ മണ്ഡലത്തിലാണ് CPM-ന് കാലുതെറ്റിയത് എന്നുകൂടി തിരിച്ചറിയണം. പീതാംബരക്കുറുപ്പിന്റെ വിജയത്തിന് പ്രധാന ഘടകമായത് BJP വോട്ടുകളാണെന്ന ആരോപണം തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായിരുന്നു. ആരോപണത്തിന് കാരണമായ ഘടകങ്ങൾ ഇങ്ങനെ: 2004 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ രാജൻ കിഴക്കനേല നേടിയത് 62,183 വോട്ടുകൾ. 2009 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന വൈക്കൽ മധു നേടിയത് 33,078 വോട്ടുകൾ മാത്രം. അതായത് 2004 പിടിച്ചതിന്റെ പകുതി വോട്ടുകൾ മാത്രമാണ് 2009 BJP നേടിയത് എന്നർത്ഥം. വോട്ട് പകുതിയായി കുറഞ്ഞത് BJP-യിൽ വൻ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. വോട്ട് കച്ചവടമെന്ന LDF ആരോപണത്തെ ചെറുക്കാൻ BJP ഏറെ ബുദ്ധിമുട്ടി. 2009 തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ലുണ്ടായ രൂക്ഷമായ വിഭാഗീയത കൊല്ലത്ത് പ്രതികൂലമായി ബാധിച്ചു. കൊല്ലത്ത് നിർണായക സ്വാധീനമുള്ള VS അനുയായികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നിസ്സംഗത പാലിക്കുകയോ ചെയ്തതും P. രാജേന്ദ്രന്റെ തോൽവിക്ക് കാരണമായി. പൊന്നാനി സീറ്റിനെ ചൊല്ലി CPI-യും CPM-ഉം കൊമ്പുകോർത്തതും 2009 തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു. CPI-ക്ക് നല്ല സ്വാധീനമുള്ള കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പ്രധാന കാരണമായത് CPM-CPI പോരാണ്. സംസ്ഥാനത്താകമാനം അലതല്ലിയ UDF തരംഗം കൊല്ലത്തും ശക്തമായി തന്നെ അനുഭവപ്പെട്ടു. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ വൈകിയെത്തിയ പീതാംബരക്കുറുപ്പ് P. രാജേന്ദ്രനെ പരാജയപ്പെടുത്തി ഒന്നാമതെത്തി. ഇനിയും ഇപ്പോഴത്തെ അവസ്ഥയാണ്. RSP വോട്ടും UDF വോട്ടും ചേരുമ്പോൾ കൊല്ലത്ത് താൻ പാട്ടും പാടി ജയിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പറയുന്നത്. പിണറായി വിജയൻ തനിക്കെതിരെ നടത്തിയ പരാമർശത്തോടെ ഭൂരിപക്ഷം വർദ്ധിച്ചതായും പ്രേമചന്ദ്രൻ വിശ്വസിക്കുന്നു. മുന്നണി മാറിയത് തിരിച്ചടിയായില്ലെന്നും 6 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം തനിക്ക് കിട്ടുമെന്നുമാണ് NK പ്രേമചന്ദ്രന്റെ മനപ്പായസം. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ഉം കൊല്ലം ജില്ലയിൽ RSPയും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറയുടെ വിപുലീകരണവും വലിയ തോതിലുള്ള ജനപിന്തുണയും തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാറിത്തീരും. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നിഷ്പക്ഷ ജനസമൂഹം, സമ്മതിദായകർ, ഡൽഹിയിൽ തന്നെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ നിഷ്പക്ഷ വോട്ടർമാരുടെ വലിയ തോതിലുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നും UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ നിഷ്പക്ഷ സമ്മതിദായക സമൂഹത്തോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ വോട്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുത്തൻ തലമുറ വോട്ടിംഗ് അതും അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്.
കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഇത്രത്തോളം കെട്ടുറപ്പോടും ഐക്യത്തോടും ആവേശത്തോടും കൂടി പ്രവർത്തിച്ച, രാഷ്ട്രീയമായ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടാകില്ല എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിലും ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുമുള്ള കെട്ടുറപ്പും ഐക്യവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയഘടകങ്ങളിൽ ഒന്നായി തന്നെ പരിണമിക്കും. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്നാൽ പ്രേമേന്ദ്രനെതിരെ പാർട്ടി സെക്രട്ടറി നടത്തിയ പദപ്രയോഗത്തിന്റെ പേരിൽ വോട്ട് കുറയില്ലെന്ന് LDF സ്ഥാനാർത്ഥി MA ബേബി പറയുന്നു. രാഷ്ട്രീയ വഞ്ചന നടത്തിയതിനാൽ RSPക്ക് ഒരു വിഭാഗം RSP വോട്ട് പോലും നഷ്ടപ്പെടുമെന്നാണ് LDFിന്റെ വിലയിരുത്തൽ. പാർട്ടി കണക്കനുസരിച്ച് വോട്ടുകൾ എങ്ങനെ മറിഞ്ഞാലും കൊല്ലത്ത് ജയിച്ചുവെന്നാണ് MA ബേബിയുടെ വിശ്വാസം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അഭിമാനകരമായ വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിൽ കുറേയധികം വിവരങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2004 ഒരു അത്യുജ്വല വിജയമുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. ആകെ കോൺഗ്രസ് മുന്നണിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് നിന്ന് ജയിച്ചതാണ്. മലപ്പുറത്ത് തന്നെ മറ്റൊരു സീറ്റ് TK ഹംസ ജയിച്ചു CPMൻ്റെ. ഏതാണ്ട് അതിനടുത്തെത്തുന്ന ഒരു വിജയം ഇത്തവണ ഉണ്ടാകാനുള്ള സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അവിടെ അത്രത്തോളം എത്തുമോ അതോ അതിൻ്റെ അടുത്തെത്തുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ ഇനി ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അറിയാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പോൾ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ഞാൻ കശുവണ്ടി ഫാക്ടറികളിലെല്ലാം പോയിട്ട് കശുവണ്ടി തൊഴിലാളികളെ കാണുന്ന ഘട്ടത്തിൽ പ്രായം ചെന്ന കശുവണ്ടി തൊഴിലാളികളെ അമ്മമാരെന്നോട് പറഞ്ഞു, മക്കളെ ഞങ്ങൾ മുമ്പ് ഇതുപോലെ ഒരാളെ വോട്ടെല്ലാം കൊടുത്ത് വിജയിപ്പിച്ചു വിട്ടു, എന്നിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് കോൺഗ്രസിൻ്റെ കൂടെ പോയി, മോനങ്ങനെ വല്ലതും ചെയ്യുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇത് വളരെ ഗൗരവമായി കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തൊഴിലാളികളും പാവപ്പെട്ടവരും ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ കാലുമാറ്റം. എന്നാൽ കൊല്ലത്ത് BJP വോട്ട് മറിഞ്ഞെന്നും മറിഞ്ഞില്ലെന്നുമൊക്കെയാണ് UDFിൻ്റെയും LDFിൻ്റെയും ആരോപണം. അതേസമയം താമര ഇതളിൽ നിന്ന് ഒരിതൾ പോലും പൊഴിഞ്ഞിട്ടില്ലെന്നും കൊല്ലത്ത് BJPയുടെ ഒറ്റ വോട്ട് പോലും ആരും മറിച്ചിട്ടില്ലെന്നും BJP സ്ഥാനാർത്ഥി PM വേലായുധൻ പറയുന്നു. അതുകൊണ്ട് BJP കാര്യമായി കൊല്ലത്ത് വോട്ട് പിടിക്കുമെന്നും അത് തങ്ങളുടെ വിജയമാണെന്നും PM വേലായുധൻ വിശ്വസിക്കുന്നു. BJPയുടെ മനപ്പായസം. SNDPയുടെ ഒരു വിഭാഗം BJPയെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ സംഘടനാ സെറ്റപ്പ് അതാണ് ഏറ്റവും നമ്പർ 1. അത് ഞങ്ങൾക്ക് ഏകീകരിച്ചൊരൊറ്റക്കെട്ടായി ഒരൊറ്റ നേതൃത്വത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ വിജയം. ഞങ്ങൾ ഒരു പാളിച്ച സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി സംഘടനാപരമായി ഞങ്ങളും ചില ഒബ്സർവറെ വെച്ചിട്ടുണ്ട്. എവിടെയാണ് വീഴ്ച, എവിടെയാണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് അതാത് സമയത്ത് കണ്ടുപിടിക്കാനുള്ള ശക്തമായ സംഘടനാ സറയും നിർദ്ദേശം ഈ തവണ ഉണ്ട്. ഒരു കാരണവശാലും BJPയുടെ മെമ്പറോ മെമ്പർഷിപ്പുള്ള ആളോ ഒരൊറ്റ വോട്ട് പോലും മറിഞ്ഞു പോകില്ല എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. കാരണം സംഘടനാ മെഷീനറി അത്ര സുശക്തമായിരുന്നു. ഇനി കൊല്ലത്ത് ഇടത് വലത് മുന്നണികളെ നയിച്ച നേതാക്കന്മാർ എന്താണ് പറയുന്നത് നോക്കാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മനപ്പായസം തുടരുന്നു. ഇടത് മണ്ഡലമായതിനാൽ കൊല്ലത്ത് ഇത്തവണ ഒരട്ടിമറിയും നടക്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജഗോപാൽ പറയുന്നു. പാർട്ടി കണക്കനുസരിച്ച് 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി ലീഡ് നേടുമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ മനപ്പായസം. അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് 7 അസംബ്ലി മണ്ഡലത്തിൽ ചവറ ഒഴികെ 6 സ്ഥലത്ത് LDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു എന്നുള്ളതാണ്. ചവറയിൽ മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. അതാണ് രാഷ്ട്രീയ ബലാബലത്തിൻ്റെ അടിത്തറ. ഇപ്പോൾ RSPയുടെ മാറ്റത്തോടുകൂടി
ആ സ്ഥിതിക്ക് മാറ്റം വരും എന്ന് പറയുന്നത് ആണ് ഒരു പുതിയ സാഹചര്യം. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ RSPക്ക് വോട്ടുണ്ട്. പക്ഷേ RSPയുടെ വോട്ട് അപ്രസക്തമാകുന്ന തരത്തിലുള്ള ഒരു ധ്രുവീകരണമാണ് വോട്ടിൻ്റെ കാര്യത്തിൽ LDF UDF ഉണ്ടായിട്ടുള്ളത്. എന്നാൽ UDFന്റെ ഒത്തൊരുമ തങ്ങളുടെ വിജയം ഉറപ്പിച്ചെന്നാണ് RSP നേതാവ് ഫിലിപ്പ് കെ തോമസിന്റെ പ്രതികരണം. കണക്ക് കൂട്ടിയും കുറച്ചും നോക്കിയാലും വിജയസാധ്യത കൂടുതലാണെന്ന് കൊല്ലത്തെ RSP വിശ്വസിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയോടെ തോറ്റു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. സ്വാഭാവികമായും RSPയുടെ വോട്ടും കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ടും കൂടെ കൂട്ടിയാൽ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച RSP പ്രതിനിധി സഖാവ് ശ്രീ NK പ്രേമചന്ദ്രൻ വിജയിക്കും. കഴിഞ്ഞകാല കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിൻ്റേതായ ഒരു യോജിച്ച പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ യാതൊരുവിധമായ അതിർത്തിയും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ മുന്നണിയെ സംബന്ധിച്ചോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും ഇങ്ങനെ വിജയം അവകാശപ്പെടുമ്പോൾ എന്തായിരിക്കും കൊല്ലത്ത് സംഭവിക്കുക? കാണാം ഇടവേളയ്ക്ക് ശേഷം. വനപ്പായസം തുടരുന്നു. അങ്ങനെ മുന്നണികൾ രണ്ടും വിജയം ഉറപ്പിക്കുകയും BJP വോട്ടുകൾ മാറിയില്ലെന്ന് BJP തന്നെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ കൊല്ലത്ത് എന്താകും സംഭവിക്കുക? കൊല്ലത്തെ രാഷ്ട്രീയ സാധ്യത പരിശോധിച്ച് വിജയസാധ്യത ആർക്കായിരിക്കുമെന്ന് പരിശോധിക്കുകയാണ് കൊല്ലത്ത് നിന്നും ഷമ്മി പ്രഭാകർ. ഇതോടുകൂടി ഈ പരിശോധന കൂടി ഇന്നത്തെ വനപ്പായസം പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു ലോക്സഭാ മണ്ഡലവുമായി വീണ്ടും കാണാം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി പോളിംഗ് ശതമാനത്തിലെ വർധനവ് കൊണ്ട് ശ്രദ്ധേയമായത് ചവറയും കുണ്ടറയുമാണ്. ചവറയിൽ 76%, കുണ്ടറയിൽ 73.4% പോളിംഗ് രേഖപ്പെടുത്തി. ഈ പോളിംഗ് വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് രണ്ട് മുന്നണികളും പ്രതീക്ഷിക്കുന്നു. ചവറയിൽ 15,000-നും 25,000-നും ഇടയ്ക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുമ്പോൾ കുണ്ടറയിൽ 10,000-നും 15,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം LDF പ്രതീക്ഷിക്കുന്നു. ചവറയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോൺ NK പ്രേമചന്ദ്രനെ തോൽപ്പിച്ചത് 6,500ഓളം വോട്ടുകൾക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ചവറയിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. 79% 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ്. ഇക്കുറി അത് 76 കുറഞ്ഞു. 2011 പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാവാത്തത് തങ്ങൾക്ക് അനുകൂലമാവുമെന്ന LDFന്റെ വാദത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് കരുതാനാവില്ല. UDFന് നല്ല ഭൂരിപക്ഷം തന്നെ ചവറയുടെ സംഭാവനയായി ഉണ്ടാവും. ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായി. കൊല്ലം, ഇരവൂർ മണ്ഡലങ്ങളിൽ വർദ്ധിച്ചു. ഇടതു പാർട്ടികൾക്ക് മുൻതൂക്കം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ UDFന് മുൻതൂക്കം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടി. ഇനി ഓരോ മണ്ഡലത്തിലും ഇരു മുന്നണികളുടെയും പ്രതീക്ഷകൾ വിലയിരുത്താം. കുണ്ടറ, പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ മുൻതൂക്കം ലഭിക്കുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. ചടയമംഗലത്താണ് LDF ഏറ്റവും അധികം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്. ചടയമംഗലത്ത് 12,000-നും 15,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷമാണ് LDFന്റെ പ്രതീക്ഷ. കൊല്ലം, ചവറ, ഇരവിപുരം മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF കരുതുന്നു. I ഗ്രൂപ്പിലെ കുറെ വോട്ടുകൾ ചെയ്യാതിരിക്കുമെന്ന പ്രതീക്ഷ LDFനുണ്ട്. മുസ്ലിം ലീഗിന്റെ വോട്ടിലും ചോർച്ചയുണ്ടാവുമെന്ന് LDF കരുതുന്നു. RSPയുടെ ഒരു വിഭാഗം നിശബ്ദ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയും LDF വെച്ചു പുലർത്തുന്നു. BJPയുടെ നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും ഇക്കുറി പ്രേമചന്ദ്രന് വീഴുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. PDPയുടെ വോട്ടുകൾ പൂർണ്ണമായും LDFന് അനുകൂലമായിരുന്നു. JSS, CMB എന്നീ പാർട്ടികളുടെ വോട്ടും വീണത് LDFന്റെ പെട്ടിയിലാണ്. SDPI പിടിക്കുന്ന വോട്ടുകളിലെ നല്ലൊരു പങ്കും UDFന്റേതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേമചന്ദ്രന് അനുകൂലമായി ഹിന്ദു വോട്ടുകൾ വീണിട്ടുണ്ടെങ്കിൽ
MA ബേബിക്ക് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ടുകളുടെ ധ്രുവീകരണവും ഉണ്ടായിരിക്കാം. ചുരുക്കത്തിൽ കാര്യമായ അടിയൊഴുക്കുകളില്ലെങ്കിൽ ഇത്തവണ കൊല്ലത്ത് നിന്ന് LDFന്റെ MA ബേബി 5000-ൽ താഴെ വോട്ടിന് ജയിക്കാനാണ് സാധ്യത.